നമസ്കാരം. 30 ദിവസം കൊണ്ട് അധ്യാത്മരാമായണം എന്ന പരമ്പരയുടെ 13-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഭരതൻ ശ്രീരാമനെ തിരികെ കൊണ്ടുവരാൻ ചിത്രകൂടത്തിലേക്ക് യാത്ര തിരിച്ചതും ഗുഹനുമായുള്ള കൂടിക്കാഴ്ചയും നാം കണ്ടു. ഇന്ന് അയോധ്യകാന്ഡം അധ്യായം 36 മുതൽ 40 വരെ നമുക്ക് വായിച്ചറിയാം. ദീർഘമായ യാത്രയ്ക്ക് ശേഷം ഭരതനും ശത്രുഘ്നനും ഗുരു വശിഷ്ഠനും അയോധ്യയിലെ ജനങ്ങളും ചിത്രകൂടത്തിൽ ശ്രീരാമൻ്റെ ആശ്രമത്തിലെത്തുന്നു. സഹോദരനെ കണ്ട നിമിഷം ഭരതൻ കണ്ണീരോടെ ശ്രീരാമൻ്റെ പാദങ്ങളിൽ വീഴുന്നു. ഏറെ നാളത്തെ വേർപാടിന് ശേഷം നടന്ന ആ സംഗമം എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. ഭരതൻ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ നിര്യാണ വാർത്ത ശ്രീരാമനെ അറിയിക്കുന്നു. ആ വാർത്ത കേട്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും അതിയായ ദുഃഖത്തിലാവുന്നു. അവർ പിതാവിൻ്റെ ജലാഞ്ജലിയും പ്രാർത്ഥനയും അർപ്പിക്കുന്നു. തുടർന്ന് ഭരതൻ ശ്രീരാമനോട് അയോധ്യയിലേക്ക് മടങ്ങി രാജ്യം ഭരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ ശ്രീരാമൻ പിതാവിന് നൽകിയ വാക്ക് പാലിക്കേണ്ടത് തൻ്റെ പരമധർമ്മമാണെന്ന് ശാന്തമായി മറുപടി നൽകുന്നു. ധർമ്മം വ്യക്തിപരമായ ആഗ്രഹങ്ങളെക്കാൾ ഉയർന്നതാണെന്ന് ശ്രീരാമൻ വീണ്ടും ലോകത്തെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ജീവിതപാഠം: സത്യവും ധർമ്മവും പാലിക്കാൻ ചിലപ്പോൾ വലിയ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ ആ ത്യാഗങ്ങൾ മനുഷ്യനെ മഹാനാക്കുന്നത്. ഭർത്താവിൻ്റെ സഹോദര സ്നേഹം, ശ്രീരാമൻ്റെ വാക്കുപാലിക്കലും നമ്മുടെ ജീവിതത്തിൽ മാതൃകയാണ്. ഇന്ന് അയോധ്യകാന്ഡം 36 മുതൽ 40 വരെ ഭക്തിയോടെ വായിക്കൂ. മറ്റ് അധ്യായങ്ങൾ നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കൂ. നാളത്തെ എപ്പിസോഡിൽ ഭരതനും ശ്രീരാമനും തമ്മിലുള്ള ധർമ്മ സംഭാഷണവും പാതുക പട്ടാഭിഷേകത്തിലേക്കുള്ള വഴിയും നമുക്ക് വായിച്ചറിയാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ധന്യ അൺസ്ക്രിപ്റ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശ്രീരാമ ജയറാം, ജയ ജയറാം. നന്ദി. നാളെ വീണ്ടും കാണാം.